അങ്ങനെ ഞാൻ മൈസൂരിൽ നിന്ന് ട്രെയിൻ കയറി. ഈവനിങ് 4:15 ട്രെയിൻ ഉണ്ടായിരുന്നത്. റീൽസ് എടുക്കാൻ നിന്ന് ലേറ്റ് ആയത് കാരണം കയ്യിൽ ഫുഡൊന്നും വാങ്ങി പിടിക്കാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ എത്ര വിശന്നാലും കുഴപ്പമില്ല, പക്ഷെ ട്രെയിനിൽ നിന്ന് ഞാൻ ഫുഡ് വാങ്ങി കഴിക്കാറേ ഇല്ല. എനിക്ക് ഭയങ്കര പേടിയാ കാര്യം. ഏതെങ്കിലും സ്റ്റോപ്പിൽ നിർത്താന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും സ്നാക്കെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യായിരുന്നു എന്നുള്ള ബോധം എനിക്ക് വന്നത് അതിൻ്റെ സ്റ്റോപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ്. പിന്നീട് അങ്ങോട്ട് ഓർഡർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സാരമില്ല, നമുക്ക് ഏതെങ്കിലും സ്റ്റോപ്പിലെത്തുമ്പോൾ എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ പുറത്തോട്ട് നോക്കിയിരുന്നു. ഞാൻ അപ്പോൾ ബർത്താ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ വിശന്നിട്ടവിടെ മേലിരിക്കുന്ന കണ്ടപ്പോൾ താഴെ ഇരുന്ന ഒരു അങ്കിളും ആൻറ്റിയും മാമ്പഴമുണ്ട് മോളെ വേണോ എന്ന് ചോദിച്ചു. ഞാൻ തന്നോളൂ എന്ന് ഞാനും പറഞ്ഞു. അപ്പം എന്നിട്ട് പറഞ്ഞു അത് കഴുകി കഴിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടതും അങ്കിൾ പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്ന് കഴുകി തരാം, നീ താഴത്തേക്ക് ഇറങ്ങാൻ നിൽക്കണ്ടേന്ന് പറഞ്ഞിട്ട് എനിക്ക് കഴുകി കൊണ്ടുവന്ന് തന്നവർ. ഇതെനിക്ക് തരുന്ന കണ്ട നേരെ ഓപ്പോസിറ്റ് ഇരുന്നായിരുന്നു, എനിക്ക് നേരെ താഴെ ഇരുന്നായിരുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ ഇഡ്ഡലി ഉണ്ട് മോളെ, നീ അത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് കുറേ പറഞ്ഞു, ബട്ട് അവർ കഴിച്ചോ. അതിനെന്താ, നിറയെ ഇഡ്ഡലി ഉണ്ട്, നീ എത്ര വേണമെങ്കിൽ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇഡ്ഡലി കഴിച്ചിട്ടാണ് ഞാൻ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഉറങ്ങി. പക്ഷേ അപ്പുറത്ത് കിടക്കുന്ന ആൾ ഭയങ്കര കൂർക്കമലിയായിരുന്നു. അത് കാരണം പെട്ടെന്ന് നീറ്റുപോയി. രാവിലെ എന്നിട്ട് താഴെ നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കുട്ടിയില്ല അവിടെ. ഞാൻ പെട്ടെന്ന് പേടിച്ച് ഈശ്വരൻ എൻ്റെ സ്റ്റോപ്പ് കഴിഞ്ഞ് പോയോ എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എൻ്റെ സ്റ്റോപ്പ് എത്താൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല വിശപ്പുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഒന്നും എവിടെയും നിർത്തുന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ തന്നെ അങ്ങനെ ബേക്കറി ഐറ്റംസും അങ്ങനെയൊന്നും എനിക്ക് പാക്ഡ് ഐറ്റംസ് ഒന്നും എനിക്ക് കഴിച്ചാൽ എനിക്ക് അസിഡിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കത് സെറ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. എണീറ്റിട്ട് പിന്നെ അധിക നേരം അങ്ങനെ വിശന്നുകൊണ്ട് ഇരിക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് എത്തിയായിരുന്നു. മൈസൂരിൽ ഭയങ്കര തണുപ്പും മഴയൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് പിന്നെ നേരെ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെയാണെങ്കിൽ പൊരി വെയിൽ, ഭയങ്കര ചൂടും. ഞാൻ പിന്നെ എൻ്റെ സ്റ്റോപ്പ് ഇറങ്ങി എനിക്ക് അവിടുന്ന് വീണ്ടും ഒരു 1.5 hours പോകാനുണ്ട്. ഞാൻ ബസ്സിൽ പോകുന്ന പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ നോക്കുമ്പോൾ അവിടുന്ന് തന്നെ ഓൾറെഡി ട്രെയിൻ ഉണ്ടായിരുന്നു. കുറച്ച് ടൈം എടുക്കും, എന്നാലും കുഴപ്പമില്ല, ട്രെയിനിൽ പോകാമെന്ന്. പിന്നെ ഓട്ടോ ഒന്നും പിടിച്ച് വേറെ പോകണ്ടല്ലോ എന്ന് കരുതി. പിന്നെ ചക്കയായിട്ട് ഒരു ആൻറ്റി വന്നു ട്രെയിനിൽ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം വാങ്ങി അത് കഴിച്ചു. കുറച്ചെങ്കിലും വിശപ്പ് മാറുമല്ലോ. പിന്നെ വേഗം തന്നെ സ്റ്റോപ്പിലെത്തി. എന്നിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. ഭയങ്കര വെയിലായിരുന്നു. ആ പെട്ടിയൊക്കെ വലിച്ച് ഞാൻ അത് കൂടെ പോയി. പിന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഓട്ടോക്കാരെ പറയാതിരിക്കാൻ പറ്റില്ല, കത്തിയ. അങ്ങനെ എന്തൊക്കെയോ എങ്ങനെയായാലും റൂമിലെത്തി ലാസ്റ്റ്.